Praise the Lord, praise the Lord, praise the Lord, praise the Lord. Greetings to you all in the precious name of our Lord and Savior Jesus Christ, who is coming soon to receive His glorious church as early as possible. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൽ എളിയവന്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. We will be discussing the 4th chapter of Revelation. We discussed words 1 on Monday. Today we will be reading words 2 to 5. And as much as I can complete, I shall do it. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. വേഴ്സസ് 2 to 5. വെളിപ്പാട് പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് യോഹന്നാൻ കാണുന്നു. ഒന്നാം വാക്യത്തിൽ കാണുന്നത്, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക എന്ന് അരുളി ചെയ്തു. അപ്പോ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞിട്ട് യോഹന്നാനോട് പറയുന്നു, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. Today we will be discussing verses 2, 3 and 4. Let me read in English also. Book of Revelation, chapter 4, verses 2 to 5. I am reading. And immediately I was in the Spirit, and behold, a throne was set in heaven, and one sat on the throne. Verse 3. And he that sat was to look upon like a jasper and a sardine stone, and there was a rainbow about the throne inside like unto emerald. Verse 4. And around about the throne were 24 seats, and upon the seats I saw 24 elders sitting, clothed in white raiment, and they had on their heads crowns of gold.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദിസ് ചാപ്റ്റർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ലാസ്റ്റ് ഡേ I have reminded you something about this chapter. First one, സ്വർഗം തുറന്നിരിക്കുന്നു. Heaven is open and his throne is set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അടുത്തത്, സിംഹാസനത്തിന് ചുറ്റിൽ 24 സിംഹാസനങ്ങൾ. ഈ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ വെള്ള വസ്ത്രധാരികളായി സ്വർണ്ണ കിരീടം വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ബിക്കോസ് ദിസ് ചാപ്റ്റർ ഈസ് ഷോയിങ് ദി ഗ്ലോറിയസ് സ്റ്റാറ്റസ് ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ തേജസ്വീകരണത്തെ കാണിക്കുന്നതാണ്, മഹത്വത്തെ വിവരിക്കുന്നതാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ഐ സോ എ ത്രോൺ സെറ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. നമ്മളെ പല ഭാഗങ്ങളിൽ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ജോൺ പറയുന്നു, ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഉടനെ ഞാൻ ആത്മവിവശനായി. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും ഇതേ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആത്മവിവശനായപ്പോൾ ആണ് യേശുക്രിസ്തു നേരിട്ട് യോഹന്നാനോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് യേശു കർത്താവിന്റെ ദർശനം യോഹന്നാൻ പ്രാപിച്ചത്. 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള 5 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദർശിച്ചതാണ് നമ്മൾ കണ്ടത്. സെയിം ടു സെയിം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വന്നപ്പോൾ ജോൺ പറയുന്നു, ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. അതിന്റെ അർത്ഥം ജോൺ ദി അപ്പോസ്റ്റൽ വാസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവ് യോഹന്നാന്റെ ഉള്ളിലായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ ഉള്ളിൽ ഇറങ്ങി വന്നു. അതാണ് ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഉടനെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ഉടനെ ഞാൻ ആത്മവിവശനായി എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജോൺ വാസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ ഹിംസെൽഫ് ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് വാസ് വർക്കിംഗ് ഇൻ ഹിം. പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ അത്രമാത്രം ശക്തമായി ഇറങ്ങി വന്നതുകൊണ്ട് യോഹന്നാന് തന്നെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി യോഹന്നാനിൽ ഉണ്ടായി. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഉടനെ ഞാൻ ആത്മവിവശനായി. ആത്മാവിൽ തന്നെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ആത്മാവിനെ കൈകാര്യം ചെയ്യുവാൻ തക്കതായ നിലവാരത്തിൽ യോഹന്നാനായി തീർന്നപ്പോൾ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് എഗസ്കേൽ പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഗസ്കേൽ പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോ എഗസ്കേൽ പറയുകയാണ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് ടേക്കൺ മീ അപ്പ്. എന്നെ എടുത്തുകൊണ്ട് പോയി.
എന്നെ എടുത്തുകൊണ്ടുപോയി യെരുശലേമിന്റെ പടിവാതിലിടക്കൽ കൊണ്ടു നിർത്തി. എന്നെ എടുത്തുകൊണ്ടുപോയി യെരുശലേം ദേവാലയത്തിന്റെ അഗ്രങ്ങളിൽ കൊണ്ടു നിർത്തി എന്നൊക്കെ എഹെസ്കേൽ പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിനകത്ത് യോഹന്നാൻ കടന്നു വന്നപ്പോ യോഹന്നാൻ തന്നെ തന്നെ ആ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ എഹെസ്കേൽ പ്രവൃത്തിയിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. എഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ആത്മാവിനെ എടുത്തുകൊണ്ടുപോയി എന്ന് വായിക്കുന്ന ഭാഗങ്ങളുണ്ട്. എഹെസ്കേൽ പ്രവചനത്തില് ചില വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഞാൻ വായിക്കാം. പത്താം അധ്യായത്തിൽ എഹെസ്കേൽ പറയുന്ന ഒരു വാക്യം, അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് യഹോവയുടെ മഹത്വം കെരൂബിൽ നിന്ന് പൊങ്ങി ആലയത്തിന് ഉമ്മടിപ്പരിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞു. ഇതൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ചില വിഷയങ്ങളാണ് എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന. അപ്പം പരിശുദ്ധാത്മാവ് എഹെസ്കേലിനെ എടുത്തുകൊണ്ടുപോയി. നമ്മൾ വായിക്കുന്നു, ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയതിനാൽ നമ്മൾ കണ്ടില്ല. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോ ദൈവവചനം പറയുന്നു, ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി, പിന്നെ അവനെ കണ്ടില്ല. എലീശായ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി ഏലിയാവിനെ, കൊണ്ട് പിന്നെ അവനെ കണ്ടില്ല. അപ്പോ ഇവിടെ യോഹന്നാൻ പറയുന്നത്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഉടനെ ഞാൻ ആത്മവിവശനായി. ആത്മാവിൽ വിവശനായപ്പോൾ ആത്മാവിനെ കൺട്രോൾ ചെയ്യുവാൻ യോഹന്നാനെ തന്നെ യോഹന്നാൻ വിട്ടുകൊടുത്തപ്പോൾ അപ്പോൾ യോഹന്നാൻ സ്വർഗത്തിലെ ദർശനം കണ്ടു. അപ്പോഴാണ് യോഹന്നാൻ കാണുന്നത്, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. ദാനിയേലിന്റെ പ്രവചനത്തിൽ, behold, a throne set in heaven and one sat on the throne. യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. യഹോവേ, നിന്റെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സംഗീതക്കാരൻ പറയുന്നുണ്ടോ? പല സങ്കീർത്തനങ്ങളിൽ യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനോടുള്ള ഞാൻ വായിക്കാം. ദാനിയേൽ, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7 ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഡാനിയേൽ, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7 വേർഡ്സ് 9 to 13. Book of Daniel, chapter 7, 9 to 13. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ വെളുത്തതും നിർമ്മലമായ ആട്ടുരോപം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും
അവന്റെ ചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഇത് ദാനിയേൽ യഹോവയുടെ സിംഹാസനത്തെ കാണുന്നതാണ്. പ്രവാചകനായ ദാനിയേൽ യഹോവയുടെ സിംഹാസനം വെച്ചിരിക്കുന്ന കാണുന്ന വായിക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ന്യായാസനത്തിൽ ഇരുന്നു. അതിന് 13-ാം വാക്യം, രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് പറയുന്നു, അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. എന്ന് പറഞ്ഞാൽ ദാനിയേൽ ഇവിടെ പറയുകയാണ്, ഈ വയോധികൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇറ്റ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ് ലൈക്ക് എഴുതി. ഇതിന്റെ മീനിങ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സേസ് ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. വയോധികൻ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് a throne was set and the ancient of days was sat on it. വയോധികൻ എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുമ്പോ ഇംഗ്ലീഷിൽ പറയുന്നു ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ഇതിന് നല്ലൊരു വാക്ക് പ്രവാചകൻ യെശയ്യാ പറയുന്നുണ്ട്, പുരാതനായവൻ കീഴേ അവന്റെ ശാശ്വത ഭുജങ്ങളുണ്ട്. അപ്പോ പുരാതനായവൻ ആ വാക്കാണ് ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ഇതാരാണോ? ഹൂ ഈസ് ദിസ് പേഴ്സൺ ഹൂ ഈസ് സാറ്റ് അപ്പോൺ ദ ത്രോൺ? സ്വർഗത്തിൽ വെച്ച സിംഹാസനത്തിൽ ഇരിക്കുന്ന പുരാതനായവൻ ആര്? ഒരു വലിയ ചോദ്യമാണ്. ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ദാനിയേൽ പറയുന്നു, വയോധികനായ ഒരുവൻ. വയോധികനായ ഒരുവൻ സിംഹാസനത്തിലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയുമായിരുന്നു. മകനെ, ഇതേ ഭാഗം പോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം ഇവിടുന്ന് വായിച്ചു നോക്കിയേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം 14-ാം വാക്യം ഞാൻ വായിക്കുക. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലക്കൊത്തതും കാല് ഉലിയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അപ്പോ ദാനിയേൽ യേശു കർത്താവിനെ കാണുന്നത് വളരെ 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 ഗംഭീരമായ അവസ്ഥയിലാണ്. ദാനിയേൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ അതിന്റെ മേലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയുമാകുന്നു. സെയിം ടു സെയിം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുക, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. ചിന്തിച്ചു നോക്കിയേ, ദാനിയേൽ കണ്ട യേശു കർത്താവും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന യേശു കർത്താവും. ദാനിയേൽ യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോ ദാനിയേൽ പറയുന്നു, വയോധികനായ ഒരുത്തൻ സിംഹാസനത്തിലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ ആയിരുന്നു. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഇപ്പൊ ചിന്തിക്കണേ, ദാനിയേൽ കാണുന്ന ദൈവിക സിംഹാസനവും യോഹന്നാൻ 4-ാം അധ്യായത്തിൽ കാണുന്ന ദൈവസിംഹാസനവും, ദീസ് ബോത്ത് ആർ
the same. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദാനിയേൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ഒരു സിംഹാസനം വെച്ചു, ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുവൻ അതിലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ ആയിരുന്നു. അടുത്തത് പറയുന്നു, അവന്റെ സിംഹാസനം അഗ്നിജ്വാലയ്ക്കൊത്തതും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ദ സെയിം തിങ് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. 1-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും അവന്റെ കാലുകൾ വെള്ളോട്ടിന് സദൃശ്യമായതും. അവന്റെ കാലുകൾ, ഇവിടെ യോഹന്നാൻ പറയുന്ന ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. 14-ാം അധ്യായം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. 1. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. The same repetition from the book of Daniel. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാല പോലെയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. അടുത്തത്, ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇത് ദാനിയേലിന്റെ പ്രവചനത്തിലെ സിംഹാസനത്തെ കുറിച്ച് കാണുന്ന ഒരു വെളിപ്പാടാണ്. അപ്പോ യോഹന്നാൻ സിംഹാസനത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് വെളിപ്പാട് കണ്ടു. അപ്പോ 4-ാം അധ്യായത്തിൽ when John was in the spirit, he has seen the revelations about Jesus Christ. ആത്മാവിൽ നിറഞ്ഞപ്പോൾ, ആത്മാവിനകത്തേക്ക് യോഹന്നാൻ ഇറങ്ങിച്ചെന്നപ്പോൾ, ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് യോഹന്നാൻ കടന്നു ചെന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. Behold, I saw a throne set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോ ദാനിയേൽ പറയുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ സിംഹാസനങ്ങളെ വെച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ സിംഹാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ ആ സിംഹാസനത്തിൽ ഇരുന്നു. ദാനിയേൽ പറയുന്നു, I saw a throne and the ancient of days was sat on that throne. ദാനിയേലിന്റെ ഭാഷ ഇതാ. ദാനിയേൽ പറയുന്നു, സിംഹാസനങ്ങൾ വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു. അതിൽ പുരാതനനായവൻ ഞാനാകുന്നുവെന്ന് മോശയോട് അരുളി ചെയ്തവൻ ആ സിംഹാസനത്തിന് മേലിരുന്നു. അവന്റെ വസ്ത്രം, അവന്റെ തലമുടി ഒക്കെ ദാനിയേൽ കാണുകയാണ്. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ, അവന്റെ സിംഹാസനം അഗ്നിജ്വാലയ്ക്കൊത്തതോ, അവന്റെ രഥചക്രങ്ങൾ തീയും ആയിരുന്നു. ഇത് ദാനിയേൽ കണ്ട വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്.
ഇതേ വെളിപ്പാട് യോഹന്നാൻ വെളിപ്പാടിന്റെ 1-ാം അധ്യായത്തിൽ കണ്ടു. യേശുവിനെ യോഹന്നാൻ കാണുകയാണ്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. ഒന്നാണ് അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. 2, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. 3, അവന്റെ കാൽ തീയിൽ ചുട്ടുകൊള്ളിച്ച വെള്ളോട്ടിന് സദൃശ്യം. അടുത്തത്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ശ്രദ്ധിക്കണേ, when John the apostle, who has seen the revelation of the judgment of the seat of throne of God, സിംഹാസനം കാണുന്നു. John the apostle has seen a throne of God set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് യോഹന്നാൻ കാണുന്നു. എന്നേച്ച് യോഹന്നാൻ പറയുന്നു, ആ സിംഹാസനത്തിൽ ഒരുവനിരുന്നു. ശ്രദ്ധിക്കണേ, യോഹന്നാൻ പറയുകയാണ്, ആ സിംഹാസനത്തിൽ ഒരുവനിരുന്നു. യെശയ്യാ എന്നാ പറയുന്നേ? യെശയ്യാ പറയുന്ന 6-ാം അധ്യായം, യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ ഇതുപോലൊരു സിംഹാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. യെശയ്യാ 6:1 വായിച്ചു കേൾപ്പിക്കാം. മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ് ത്രോൺ. ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ് ത്രോൺ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്ന് ഓരോരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ നോക്കണേ, 8-ാം നൂറ്റാണ്ടിൽ ഭക്തനായ യെശയ്യാവ് യഹോവയുടെ സിംഹാസനം കണ്ടതായത്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചക വര്യനായ യെശയ്യാവ് യഹോവയുടെ സിംഹാസനം കാണുകയാണ്. ഉസ്സിയാ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ് ത്രോൺ. ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാ സിംഹാസനത്തിന്റെ രൂപം? അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അടുത്തത് കണ്ടോണേ, സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നിരുന്നു. കെരൂബീംസ് were standing around him. കെരൂബീംസ്, സാറാഫുകൾ എന്ന് പറഞ്ഞാൽ കെരൂബീംസ്, they were standing around him. They had 6 wings. 6 ചിറകുകളുണ്ടായിരുന്നു അവർക്ക്. കർത്താവ് പറയുന്നു, യെശയ്യാ പറയുന്നു, they have 6 wings. ഓരോ സാറാഫുകൾ അവന്റെ ചുറ്റിലും നിന്നു. ആര്? യഹോവയുടെ സിംഹാസനം യെശയ്യാവ് കാണുക. ഇൻ ദി 8th century BC, 8-ാം നൂറ്റാണ്ട് BC-യിൽ പ്രവാചകനായ യെശയ്യാവ് യഹോവയായ ദൈവത്തിന്റെ സിംഹാസനം കാണുക. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്ന ഞാൻ കണ്ടു. അവന്റെ ചുറ്റിലും സാറാഫുകൾ നിൽക്കുന്നു. Around him there were many cherubims are standing. Each of them had 6 wings. അവർക്കെല്ലാവർക്കും 6 ചിറകുകളുണ്ടായിരുന്നു. Cherubims had
6 wings, 6 ചിറകുകളുള്ള കെരൂബീം. പ്രൈസ് ദി ലോർഡ്. 2 കൊണ്ട് പറന്ന്, അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാലും മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഓരോരുത്തൻ അന്യോന്യം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് യഹോവയുടെ സിംഹാസനം കണ്ടതാണ് നമ്മൾ വായിച്ചത്. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 6, 1, 2, 3. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ യെശയ്യാ യഹോവയുടെ സിംഹാസനം കാണുകയാണ്. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യെശയ്യാവ് ഇരിക്കുന്ന, ദൈവം ഇരിക്കുന്നു, കർത്താവ് ഇരിക്കുന്നു. അവന് ചുറ്റും സാറാഫുകൾ. Each cherubim, they are having 6 wings. ഓരോ കെരൂബീമിനും സാറാഫിനും 6 ചിറകുകളുണ്ട്. ഓരോ കെരൂബിനും 6 ചിറകുകൾ. അവ 2 കൊണ്ട് മുഖം മൂടും, 2 കൊണ്ട് അവരുടെ കാലുകൾ മൂടും, 2 കൊണ്ട് അവർ പറന്ന് അന്യോന്യം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ സിംഹാസനം. യഹോവയുടെ സിംഹാസനം അത്ര വലുതാണ്. എഗസ്കേൽ പറയുമ്പോഴോ സാറാഫുകൾ അവന്റെ ചുറ്റും നിൽക്കുന്നു. സാറാഫുകൾ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എസ്കേൽ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സാറാഫുകൾ അവന്റെ ചുറ്റും നിൽക്കുന്നു, സാറാഫുകൾ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് 4 സൈഡിലേക്കും യാത്ര ചെയ്യാൻ പറ്റിയ ചില രൂപങ്ങളുള്ള സാറാഫുകളാണ്. സാറാഫുകൾ പൊങ്ങുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പൊങ്ങിപ്പോകും എന്നൊക്കെയാ എഗസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്. അപ്പോ നിങ്ങൾ ചിന്തിക്കണം, when John the Apostle had a vision about the throne of God which is set in heaven, സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതായ സിംഹാസനം യോഹന്നാൻ കാണുന്നു. അതേപോലെ തന്നെ യെശയ്യാ in the 8th century he has seen the throne of God which is set in heaven. യെശയ്യാ 6, 6-ാം അധ്യായത്തിന് 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ കർത്താവിരിക്കുന്ന ഞാൻ കണ്ടു. I saw a throne which is high and lifted up. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കണ്ടു. എഗസ്കേൽ പ്രവാചകനും ഇതുപോലെ സിംഹാസനം കണ്ടു. ദാനിയേൽ കണ്ടത് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ദാനിയേൽ പറയുന്നു, 7-ാം അധ്യായത്തിൽ ദാനിയേൽ പറയുക, അവർ സിംഹാസനങ്ങളെ വെച്ചു. They have set the throne. അവർ സിംഹാസനങ്ങളെ വെച്ചു. There came a person. ദാനിയേൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന, the ancient of days came and sat on the throne. ദാനിയേൽ കണ്ടപ്പോൾ ദാനിയേൽ പറയുകയാണ്, വയോധികനായവൻ സിംഹാസനത്തിൽ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനം വെച്ചത് കണ്ടതേ ഉള്ളൂ. ദാനിയേൽ കണ്ടതെന്താ? ദാനിയേൽ പറയുന്നു, വയോധികനായവൻ സിംഹാസനത്തിലിരുന്നു. Who is that person? The ancient of days. വയോധികനായവൻ. നമ്മളതിന്റെ 13-ാം വാക്യം ഞാനിത് വായിക്കാം. ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 30. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് ഞാൻ കണ്ടു. ലുക്ക്, നോക്കുക, ചിന്തിക്കുക. ദാനിയേൽ പറയുകയാണ്,
മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവൻ ആകാശമേഘങ്ങളോടുകൂടെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ ചിന്തിക്കണേ, യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, ഐ സോ എ ത്രോൺ സെറ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നതും യോഹന്നാൻ കണ്ടു. ഇവിടെ ദാനിയേല് പറയുന്നു, ദാനിയേല് പറയുകയാണ്, അവർ ന്യായാസനങ്ങളെ വെച്ചു. ദാനിയേലിന്റെ പുസ്തകത്തിലെ വാക്യം ഇറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 9. ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 9. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Behold, till the thrones were cast down. Till the thrones were cast down. And the Ancient of Days did sit. അടുത്തത്, whose garment was white as snow, and the hair of his head like the pure wool. His throne was the fiery flame, and his wheels are burning fire. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ സിംഹാസനങ്ങളെ വെച്ചു, ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ അതിൽ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെ, അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥചത്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. 10-ാം വാക്യം, ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേര് അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേര് അവന്റെ മുമ്പിൽ നിന്നു. അടുത്തത്, ന്യായവിസ്താര സഭ ഇരുന്നു. ശ്രദ്ധിക്കണേ, സിംഹാസനം വെച്ചു, സിംഹാസനത്തിൽ ഒരുത്തനിരുന്നു. ദാനിയേൽ പറയുന്നു, the judgment seat was set. ദാനിയേൽ പറയുന്നു, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ന്യായവിസ്താര സഭ ഇരുന്നു. The court adjourned. Court meet together. The court, the full court of God met together in order to give judgment for the Gentiles and the people, those who are in front of the judgment seat. ചിന്തിച്ചു നോക്കിയേ, ദാനിയേൽ പറയുന്നു ന്യായവിസ്താര സഭ ഇരുന്നു. ഒരു കോർട്ടിന്റെ സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കോർട്ടിന്റെ സിറ്റുവേഷൻ. A bench of justice were sat. ഒരു ബെഞ്ചിന്റെ മുമ്പിൽ ന്യായവിധി നടക്കുന്ന ശിക്ഷാവിധി പ്രഖ്യാപിക്കും. There is a Supreme Court judge in India. എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ there are many benches, many group of justice are there. എന്ന് പറഞ്ഞതുപോലെ ദാനിയേൽ പറയുന്നു, 10,000 പേര് അവന് ശുശ്രൂഷ ചെയ്തു. 1000 പേര് അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. The judgment seat was set. In the throne, the Ancient of Days was sat. Praise the Lord. ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ജഡ്ജ്മെന്റ് സീറ്റ് വാസ് സെറ്റ്. യോഹന്നാൻ കാണുകയാണ്, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, അതിലൊരുവൻ ഇരിക്കുന്നു. സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആര്?
സ്വർഗത്തിൽ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാന്നറിയോ? ദാനിയേൽ പറയുന്നു, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. പൗലോസ് പറയുന്നു, നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാകുന്നു. ചിന്തിക്കുക, ജോൺ ദി അപ്പോസ്റ്റൽ has said, when I was in the spirit, ഞാൻ ആത്മവിവശനായപ്പോൾ യോഹന്നാൻ കാണുന്നു. എന്ത് കാണുന്നു? സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, അതിലൊരുവൻ ഇരിക്കുന്നു. അപ്പോ യോഹന്നാൻ അതാണ് കണ്ടത്. ദാനിയേൽ കണ്ടതോ, ന്യായവിസ്താര സഭയിരുന്നു, അവർ സിംഹാസനങ്ങളെ വെച്ചു. സിംഹാസനത്തിൽ വയോധികനായവനിരുന്നു. ഈ വയോധികൻ എന്നുള്ള വാക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. യെശയ്യാ പറയുന്ന പുരാതനനായവനിരുന്നു. മോശ പറയുന്നു, പുരാതനനായവന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്, പുരാതനനായവൻ എന്റെ സങ്കേതവും കീഴേ ശാശ്വത ഭുജങ്ങളുമുണ്ട്. Only Daniel is using the word the ancient of days. അതാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, പുരാതനനായവൻ, ആരംഭം മുതലേ ഉള്ളവൻ. I am the Alpha and Omega. ഞാൻ ആദിയും അന്തനുമാകുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ തന്നെ തുടക്കവും അന്ത്യവുമാകുന്നു എന്ന് പറഞ്ഞവൻ സിംഹാസനത്തിലിരുന്നു. Praise the Lord. അപ്പൊ ദാനിയേല് കണ്ട സിംഹാസനവും ആ സിംഹാസനത്തിലിരുന്നവനും, യെശയ്യാവ് കണ്ട സിംഹാസനവും ആ സിംഹാസനത്തിലിരുന്നവനും. യെശയ്യാ ചാപ്റ്റർ 6, 1-3. യെശയ്യാ പറയുന്നു, ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. ലോർഡ് വാസ് സാറ്റ് ഓൺ ദ ത്രോൺ, ഹൈ ആൻഡ് ലിഫ്റ്റഡ് ത്രോൺ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നു. അവന് ചുറ്റും സാറാഫുകൾ നിൽക്കുന്നു. ഓരോ സാറാഫിന് 6 ചിറകുകൾ. യെശയ്യാ പറയുന്നു, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവരുടെ പാദം മൂടി, 2 കൊണ്ട് അവർ പറന്നുകൊണ്ട് സാറാഫുകൾ അന്യോന്യം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിച്ച് ചാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോ യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥാപിതമായിരിക്കുന്നു. യഹോവേ, നിന്റെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥാപിതമായിരിക്കുന്നെന്ന് 119 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ പല ഭാഗങ്ങളിൽ യഹോവയുടെ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദാനിയേൽ യഹോവയുടെ സിംഹാസനത്തെ കണ്ടു. 7-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് യഹോവയുടെ സിംഹാസനം ഇരിക്കുന്ന കണ്ടു. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്ന കണ്ടു. ദാവീദ് രാജാവ് എന്നാ കണ്ടത്? ഒന്ന് വായിച്ചു നോക്കിയേ. 1 രാജാക്കന്മാർ 22:19. മലയാളത്തിൽ ഞാൻ വായിക്കാം. 1 Kings 19:22. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 22-ാം അധ്യായത്തിന്റെ വാക്യം ഞാൻ വായിക്കാം. 1 രാജാക്കന്മാർ 22-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഞാൻ വായിക്കാം.
യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇത് ചോദിക്കേ, ഇവിടെ ദാവീദ് പറയുന്നു യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. First Kings 22:19. I saw the Lord sitting on his throne, and all the hosts of heaven standing by him on his right and left. മലയാളത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം. ദാവീദ് പറഞ്ഞ ഭാഗം പറയുക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇത് ദാവീദ് കണ്ട കാഴ്ചയാണ്. I saw the Lord sitting on his throne, and all the hosts of the heaven standing right side and left side of him. ഇവിടെ മലയാളത്തില് ഒരിക്കൽ കൂടി ഞാൻ പറയാം. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇത് ദാവീദ് കണ്ട ദർശനം. ആരെക്കുറിച്ച്? യഹോവ തന്റെ സിംഹാസനത്തിലിരിക്കുന്ന ദാവീദ് കണ്ടു. സ്വർഗത്തിൽ യഹോവ തന്റെ സിംഹാസനത്തിൽ സ്വർഗത്തിലിരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇതേപോലൊരു ദർശനമാണ് യെശയ്യാവും കണ്ടത് 6-ാം അധ്യായത്തിൽ. യെശയ്യാവ് കണ്ട ദർശനത്തിൽ എല്ലാം പറഞ്ഞ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നു. ഹൈ ആൻഡ് ലിഫ്റ്റഡ് ത്രോൺ, അറൗണ്ട് ഹിം മെനി സറാഫീം കെരൂബീംസ് ആർ സിറ്റിംഗ്. മെനി കെരൂബീംസ് ആർ ദെയർ. യെശയ്യാവ് കാണുമ്പോ പറയുന്നത് സാറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. ദാവീദ് പറഞ്ഞു സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ ഇടത്തും വലത്തും നിന്നിരുന്നു. യെശയ്യാ പറയുകയാണ്, യെശയ്യാ 6-ാം അധ്യായം 1-2 വാക്യത്തിൽ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവ ഇരുന്നു, അവന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. ഓരോ സാറാഫിനും 6 ചിറക്, 2 കൊണ്ട് അവരുടെ മുഖം മൂടി, 2 കൊണ്ട് അവരുടെ കാലുകൾ മൂടി, 2 കൊണ്ട് അവർ പറന്നു. എന്നിട്ട് അന്യോന്യം അവർ പറയുന്നു, സൈന്യങ്ങളിലെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ ഞാൻ ഒരു 3 സിംഹാസനങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്ന് ദാവീദ് കണ്ടത്, ഫസ്റ്റ് കിങ്സ് 22:19. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ അവന്റെ ഇടത്തും വലത്തും നിൽക്കുന്നതും ദാവീദ് കണ്ടു. ഒന്നാമത്തേത്. 2, യെശയ്യാവ് കാണുന്നു. യെശയ്യാവ് കണ്ടതന്നെ 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 6:1-2. അവിടെ എഴുതിയിരിക്കുന്നു, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നു, അവന്റെ ചുറ്റിലും സാറാഫുകൾ നിന്നിരുന്നു. ഓരോ സാറാഫിനും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവരുടെ മുഖം മൂടി, 2 കൊണ്ട് അവരുടെ കാലുകൾ മൂടി, 2 കൊണ്ട് അവർ പറന്നുകൊണ്ട് അന്യോന്യം യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആർത്തുഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ജനത്തെ പ്രവാചകനായ യെശയ്യാവ് കണ്ടു. അടുത്തത് ദാനിയേൽ
the prophet Daniel, while he was in Babylon captivity, Daniel was in Babylon captivity in the 5th or 6th century BC. ആറാം സെഞ്ചുറി, 6-ാം നൂറ്റാണ്ടിന്റെ പകുതി കാലഘട്ടങ്ങൾ മുതൽ 5-ാം നൂറ്റാണ്ടിന്റെ പകുതി കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ദാനിയേൽ കാണുന്നു. എന്തു കണ്ടു? ദാനിയേൽ കണ്ടതെങ്ങനെ? അവർ സിംഹാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെള്ളയും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥചക്രങ്ങൾ അഗ്നിയുമായിരുന്നു. ഇത് ദാനിയേൽ കേട്ടത്. ദാനിയേൽ, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സസ് 9 to 13 ആ ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം കിങ് ഡേവിഡ്, ദാവീദ് രാജാവ് കണ്ടു. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 19-ാം വാക്യം. യഹോവയായ ദൈവം സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ ചുറ്റും വലത്തും ഇടത്തും നിൽക്കുന്നത് ദാവീദ് കണ്ടു. 1-ാമത്തെ. 2 പ്രവാചകനായ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നു. ഹൈ ആൻഡ് ലിഫ്റ്റഡ് ത്രോൺ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നു. അവന് ചുറ്റും സാറാബുകൾ നിൽക്കുന്നു. ഓരോ സാറാബിനും 6 ചിറകുകൾ. 2 കൊണ്ട് അവരുടെ മുഖം മൂടുന്നു, 2 കൊണ്ട് അവരുടെ കാലുകൾ മൂടുന്നു, 2 കൊണ്ട് അവ പറക്കുന്നു. എന്നുവെച്ച് അന്യോന്യം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് ഘോഷിക്കുന്നു. ഇത് 2-ാമത്തെ ദർശനം. 3-ാമത്തെ ദർശനം പ്രോഫറ്റ് ദാനിയേൽ ഇൻ ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 7 9 to 13. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിന്റെ 9-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു, വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്നായി ഒരിക്കൽ കൂടെ പറയാം, സമയം പോകുന്നല്ലോ. അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നെക്സ്റ്റ് ലൈവിൽ നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. വൺസ് മോർ ഒന്നും കൂടെ പറയുന്നു, കിങ് ഡേവിഡ് ഹാസ് സീൻ എ റെവലേഷൻ അബൌട്ട് ദ ത്രോൺ ഓഫ് ഗോഡ്. ദാവീദ് രാജാവ് യഹോവയുടെ സിംഹാസനം ഇരിക്കുന്ന കാണുന്നതും. 1 Kings 22 verse 19. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ ദാവീദ് പറയുന്നു, I saw the Lord sitting on his throne and all the hosts of heaven standing right and left side of him. യഹോവയായ ദൈവം സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ ഇടത്തും വലത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത് കിങ് ഡേവിഡ് ഹാസ് സീൻ. ദാവീദ് രാജാവ് കണ്ട സ്വർഗത്തിലെ സിംഹാസനം. 2 പ്രോഫറ്റ് ഐശയ്യ ഇൻ 8th century BC, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ മുഖ്യനായ പ്രവാചക വര്യനായ യെശയ്യ ഇൻ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 3, 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവ് ദൈവത്തെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നു. ഹൈ ആൻഡ് ലിഫ്റ്റഡ് ത്രോൺ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നത് ഞാൻ കണ്ടു. അവന് ചുറ്റും സാറാബുകൾ നിന്നിരുന്നു.
ഓരോ സാറാഫിനും 6 ചിറകുകളുണ്ട്. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടാമത്തെ സിംഹാസനം. മൂന്നാമത് ദാനിയേൽ കാണുന്നു. ചാപ്റ്റർ 7 7-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ സിംഹാസനത്തിലിരുന്നു. വയോധികൻ, മലയാളത്തിൽ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ വാക്ക് ദാനിയേലല്ലാതെ വേറെ ഒരു ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നത് ancient of days sat on the throne. പുരാതനനായവൻ അവൻ സിംഹാസനത്തിലിരുന്നു. അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത്. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോപം പോലെ. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയ്ക്കൊത്തത്. അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയായിരുന്നു. അവന്റെ സിംഹാസനത്തിന് ചുറ്റും അഗ്നി നദി ഒഴുകിക്കൊണ്ടിരുന്നു. 1000 10,000 പേർ അവന് സേവ ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ വയോധികനായവൻ ഇറങ്ങി വന്നു. പുസ്തകങ്ങൾ വാങ്ങിച്ചു, ന്യായവിധി ആരംഭിച്ചു. ഇതാണ് യോഹന്നാൻ കണ്ട വെളിപ്പാട്. യോഹന്നാൻ കണ്ടത് ഇതാ. ഐ സോ എ ത്രോൺ സെറ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒരു സിംഹാസനം എത്തിയിരിക്കുന്ന ഞാൻ കണ്ടു. ആൻഡ് വൺ സാറ്റ് ഓൺ ദ ത്രോൺ. എന്തിന് സിംഹാസനം വയ്ക്കുന്നു? എന്തിന് സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു? ഈ രാജ്യങ്ങളെ, ജാതികളെ ന്യായം വിധിപ്പാൻ ന്യായാധിപനായവൻ സിംഹാസനത്തിലിരുന്നു. പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും നിൽക്കേണ്ടി വരും. 2 Corinthians 5:10. അപ്പം യേശുക്രിസ്തുവിന് ഒരു സിംഹാസനമുണ്ട്. ആ വയോധികനായവൻ, ദി ancient of days who sat on the throne. ദാനിയേൽ പറയുന്നു, വയോധികനായവൻ സിംഹാസനത്തിലിരുന്നു. എന്നേച്ച് പറയുകയാണ്, വയോധികനായവന്റെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി. പുസ്തകങ്ങൾ തുറന്നു, ന്യായവിധി ആരംഭിച്ചു. വെളിപ്പാടിലോട്ട് വന്നപ്പോ when John has seen the throne, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെയും കണ്ടായിരുന്നു. ആരാണവൻ? ആരാണവനെന്നറിയോ? The ancient of days. The ancient of days who sat on the throne to judge all the people, those who are around the world, and the people of Israel, those who are not accepted, those who are not confessed Jesus Christ as their personal Savior and Lord. സിംഹാസനത്തിൽ ഇരുന്നവൻ ആരാ? സിംഹാസനത്തിൽ ഇരുന്നത് യേശുമിശിഹ. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്തതയുള്ളവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനും ആരും ഇതുവരെ കാണുവാൻ കഴിയാത്തവനുമായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പുത്രനായ യേശുമിശിഹ, മനുഷ്യപുത്രൻ, അവൻ സിംഹാസനത്തിൽ ഇരിക്കും.
യോഹന്നാൻ പറയുന്നു, I saw a throne set in heaven and one sat on the throne. ഞാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു, അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. രണ്ടാം വാക്യം തന്നെ തീർന്നില്ല. സിംഹാസനം എന്നുള്ള വാക്ക് തീർന്നില്ല ഇതുവരെ. ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, there are many things to say about the throne of God. ദൈവിക സിംഹാസനത്തെ കുറിച്ച് അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ കൂടെ, ജസ്റ്റ് ഐ ആം റിമൈൻഡിങ് യു, കിങ് ഡേവിഡ് has seen Lord is sitting in heaven. First Kings 22 അധ്യായം 19 വാക്യം. I saw the Lord sitting on his throne in heaven. All the hosts of heaven, സ്വർഗത്തിലെ സകല സൈന്യവും അവൻ ഇടത്തും വലത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആര്? കിങ് ഡേവിഡ്. 2 യെശയ്യാ ദ പ്രോഫറ്റ്, യെശയ്യാ 6 അധ്യായം 1-2 വാക്യങ്ങൾ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവം ഇരിക്കുന്നു, അവന് ചുറ്റിലും സാറാഫുകൾ നിൽക്കുന്നു. യെശയ്യാ 6 അധ്യായത്തിൽ. ദാനിയേലിലേക്ക് വന്നപ്പോൾ ദാനിയേൽ പറയുന്നു, അവർ സിംഹാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്നു. 13 വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. ശ്രദ്ധിക്കുക, when Daniel has seen the revelation of ജഡ്ജ്മെന്റ് സീറ്റ്, ന്യായാസനങ്ങളെ കുറിച്ച് ദാനിയേൽ കാണുകയാണ്. 7 അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. 13 വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. എന്ന് പറഞ്ഞാൽ ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവന്റെ അടുക്കൽ സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യപുത്രനെ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് നിങ്ങൾ കാണുമെന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, വയോധികൻ അവനെ തന്റെ അടുക്കൽ വരുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ പറയുന്നു, ഞാൻ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ രൂപം, അത് കർത്താവ് വെച്ചാൽ ഫ്രൈഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. അവന്റെ രൂപം എന്തായിരുന്നു? ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ഭാഗം വായിച്ചു വിടാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 ബാക്കി ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. 2 വാക്യം. ഉടനെ ഞാൻ ആത്മാവ് വിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ പച്ചവില്ല്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് സിംഹാസനം കണ്ടു, സ്വർഗത്തിൽ സിംഹാസനം ഇരിക്കുന്നു. സ്വർഗത്തിലെ സൈന്യമൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നതിന് മുൻപാകെ ഇടത്തും വലത്തും നിൽക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയായ സിംഹാസനം കണ്ടു.
സഹാബുകൾ അവന്റെ ചുറ്റിലും നിൽക്കുന്നു. ദാനിയേൽ സിംഹാസനങ്ങളെ വെച്ചത് കണ്ടു. വയോധികനായ ഒരുത്തൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അടുത്തത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ വന്നു, വയോധികന്റെ അടുക്കൽ ചെന്നു. വയോധികൻ ന്യായവിധിയെല്ലാം മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു. ഇത് ദാനിയേൽ കണ്ടതാണ്. ഇവിടെ വെളിപ്പാടിൽ യോഹന്നാൻ പറയുന്നു, ഐ സോ എ ത്രോൺ സെറ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു, അതിലൊരുത്തൻ ഇരുന്നു. അവൻ കാഴ്ചയ്ക്ക് പത്മരാഗത്തോടും, അതൊരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും മരകതത്തോട് സദൃശ്യമായ പച്ചവില്ല്. അടുത്തത്, സിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാർ. വെള്ളയുടുപ്പ് 24 സിംഹാസനം. 24 സിംഹാസനങ്ങളിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ഇതൊക്കെ കർത്താവിന്റെ വരവ് താമസ വെള്ളിയാഴ്ച നമുക്ക് ചിന്തിക്കാം. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണെന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അത് പറയാനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ദ വേർഡ്സ് ടുഡേ. ജോൺ പറയുന്നു, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഇത്രയും കാര്യമാണ് ഇന്ന് ചിന്തിക്കുന്നത്. കർത്താവ് ഫ്രൈഡേ, ദി കമ്മിങ് ഫ്രൈഡേ, നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കാഴ്ച നമുക്ക് കാണാം. വെയിറ്റ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കാഴ്ച നമുക്ക് ഫ്രൈഡേയിൽ കാണാം. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. Let Almighty God give you all the blessing. ജോൺ പറയുന്നു, I have seen a throne set in heaven. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ദൈവപുത്രനോട് സദൃശനായ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. കർത്താവിന് ചോദിച്ചാൽ ഫ്രൈഡേ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ഹൂ സാറ്റ് ഓൺ ദ ത്രോൺ. ജോൺ കാണുന്ന സിംഹാസനത്തിൽ ഇരുന്നവൻ ആരാണ്, ആ സിംഹാസന ചുറ്റിലും എന്താണുള്ളത്, സിംഹാസന ചുറ്റിലും ആരൊക്കെ ഉണ്ട്, ഇത് കർത്താവിനെ വെച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് signing off from Changanur. This video will be downloaded into YouTube also. You can watch my YouTube channel. Let Almighty God give you all the blessings. Amen. Amen. Amen.